ഞാൻ പറഞ്ഞ സ്വർഗത്തിൽ എമ്മയ്ക്ക് സ്ഥിരമായിരിക്കുന്ന വചനമാണ്. ആ വചനത്തിലേക്ക് ജീവനുണ്ട്. ആ വചനത്തിലേക്ക് ആത്മാവുണ്ട്. അവൻ സൗഖ്യമാക്കുന്ന വചനമാണ്. അവന്റെ വചനം നമ്മെ വാഴിപ്പിക്കുന്നതാണ്. ദൈവം നമ്മെ വിളിച്ചത് എഴയാനല്ല, വാടാനാണ്. ദൈവം മനുഷ്യനെ ഏതിലാക്കിയത് താഴാനല്ല, വാടാനാണ്. അതുകൊണ്ട് വാഴുന്നവനായി ജീവിക്കുക. സമയം എന്റെ മുമ്പിൽ അതിക്രമിക്കുന്നതുകൊണ്ട് ഞാൻ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഏതായാലും വചനം പറഞ്ഞ അപ്പത്തിനായതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്കിങ്ങനെ വചനം ഒഴുകില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഒരു അടക്ക ശുശ്രൂഷ സമാപനത്തിൽ പ്രസംഗിക്കുന്നത്. ഇന്നുവരെ ഞാൻ പ്രസംഗിച്ചില്ല. അവസാനമായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ലാസ്റ്റ് സമയത്ത് ശുശ്രൂഷിക്കുന്നത്. അതിന് കർത്താവ് നൽകിയ സാവകാശനായി സ്തോത്രം. ഞാൻ എപ്പോഴും എന്റെ മുമ്പിൽ നിൽക്കുന്ന ദേവദാസന്മാരെ അതിനായിട്ട് എന്താ പറയുക കണ്ടെത്തുകയോ അതിനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക, അവരെ കൊണ്ടത് ചെയ്യിപ്പിക്കാറാണ് പതിവ്. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ നിർബന്ധം എന്റെ മേൽ വന്നു. അതുകൊണ്ട് എനിക്കിത് തുറന്നു പറയാൻ പറ്റില്ല. ഒറ്റ വാക്ക് ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കാം. കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാനത്തിന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. കർത്താവ് വരും. കർത്താവ് വരും. എത്ര സമയം ദീർഘിച്ചാലും കർത്താവ് വന്നിരിക്കും. വരവിന്റെ ലക്ഷണമാണ് ലോകം മൊത്തം പറയുന്നവ. കാലത്ത് യുദ്ധസ്തുതികൾ കേൾക്കുന്നില്ലേ? ബൈബിൾ പറഞ്ഞില്ലേ ഇസ്രായേലിനെ ചുമക്കുന്നവർക്ക് മുറിവേൽക്കുന്നുണ്ടോ? അമേരിക്കയ്ക്ക് മുറിവേൽക്കുന്നുണ്ടോ? UK മുറിവേൽക്കുന്നുണ്ടോ? ചുമക്കുന്നവൻ മുഴുവൻ മുറിയാൻ തുടങ്ങിയിരിക്കുന്നു. ലക്ഷണം മറ്റൊന്നുമല്ല, അവന്റെ വരവ് അടുത്തുപോയി. ആ വരവിൽ പോകണമെങ്കിൽ നീ ജയാളിയായി ചെയ്യണം. ആ വരവിൽ അവൻ നമ്മുടെ പേര് വിളിക്കും. അതുകൊണ്ട് നേരത്തെ ദേവദാസൻ പാടിയത് പേര് വിളിക്കും നേരം കാണും ഉണ്ടാകൂ. ജോസഫ് പറഞ്ഞ പോലെ ആവോ? ജോസഫ് പറഞ്ഞ പോലെ ആവോ? ഉണ്ടാകൂ. എല്ലാവരും കേൾക്കുന്നുണ്ടോ? സഹോദരിമാരെ വർത്തമാനം പറയാണ് അവിടെ. ഞാൻ നിർത്തി കേൾക്കണേ. കർത്താവ് വരും കേട്ടോ. കർത്താവ് വരും കേട്ടോ. ഇനി അഥവാ കർത്താവ് വന്നിട്ട് നമ്മൾ മരിക്കും കേട്ടോ. എവിടെയോ ഒരു മരം മുറിച്ചിട്ടുണ്ട്. ഹലോ, എവിടെയോ ഒരു പെട്ടി തട്ടിക്കൂട്ടിയിട്ടുണ്ട്. എവിടെയോ നിങ്ങളുടെ ശവപ്പെട്ടിക്ക് അടിക്കേണ്ട ആണി റെഡിയാണ്. ഹലോ, എവിടെയോ നിങ്ങളുടെ ശവപ്പെട്ടിക്ക് വെക്കേണ്ട പൂക്കൾ റെഡിയാണ്. ഇനി അതൊന്നും ഉണ്ടാക്കേണ്ട. കൃത്യമായിട്ട് എന്താ പറയുക, സെമിത്തേരി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടേക്കുക. ഇതെല്ലാം റെഡിയാണ്. എപ്പോ വേണമെങ്കിലും നമ്മൾ ആര് വേണം പോകാം. പക്ഷെ പോകുന്നതിനൊക്കെ മുമ്പ് ഇന്ന് രാവിലെ ഈ ശുശ്രൂഷയുടെ മുമ്പിൽ നമുക്കൊന്നുകൂടെ നമ്മെ തന്നെ സമർപ്പിക്കണം. കർത്താവേ, നീ വന്നാൽ ഒരു ആശയാവതരണമായിട്ട് അകത്ത് വെക്കുകയല്ല, മതത്തിന്റെ ചിന്ത. നിങ്ങൾ വ്യക്തിപരമായി പ്രാർത്ഥിക്കണം. എത്ര പേർക്ക് ഇന്ന് രാവിലെ ഉറപ്പോടെ പറയാൻ പറ്റും എന്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ട്? അത് ബൈബിൾ അടിസ്ഥാനത്തിൽ വേണം കേട്ടോ. ബൈബിൾ അടിസ്ഥാനത്തിൽ വേണം. സമയത്തിന്റെ പരിധി കൊണ്ട് ഞാനിപ്പോ ഇവിടെ നിർത്തുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വചനങ്ങൾ സംബന്ധിച്ച് ആഴമായിട്ട് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ ദേവദാസന്മാരുമായിട്ട് നിങ്ങൾക്ക് സമീപിക്കാം. ഒറ്റ കാര്യം, നമുക്ക് അവിടെ കാണണം. ഉറച്ച ശക്തിയോടെ കർത്താവ് വരാനായി, നമ്മൾ പറന്നു പോകാനായി. അപ്പച്ചന് ചില നേരത്തെ പോയത് മാത്രമേ ഉള്ളൂ. അപ്പച്ചന് ഈ ശരീരത്തിന്റെ രോഗവും വിഷമവും വേദനയൊക്കെ ഉള്ളതുകൊണ്ട് ദൈവം തീരു. ദൈവം ഞാൻ നേരത്തെ പറഞ്ഞില്ല, 5-ാം അധ്യായത്തിന് എന്താ പറയുക, അടക്കത്തിന്റെ അല്ലെങ്കിൽ കല്ലറയുടെ അധ്യായത്തിനകത്ത് ആദ്യം പോയതാരാ? ഏറ്റവും കുറച്ച് ആയുസ് ജീവിച്ചാരാ? ഹാനോക്കല്ലേ? അപ്പൊ ഹാനോക്കല്ലേ ദൈവത്തോടുകൂടെ നടന്നേ? അപ്പൊ ദൈവത്തോടുകൂടെ നടന്നവരില്ല ദൈവം ആദ്യം കൊണ്ടുപോയി. എന്നിട്ട് അപ്പച്ചൻ 90 വയസ്സ് ജീവിച്ചു. അത് അപ്പച്ചനെ ഏൽപ്പിച്ച ശുശ്രൂഷയല്ലേ? അങ്ങനെയെങ്കിൽ അപ്പച്ചൻ പോയ വിഷമമല്ല, അപ്പച്ചൻ പോയിടത്തേക്ക് ഞങ്ങളും വരും. ഞങ്ങൾ ഒരുമിച്ച് നമ്മുടെ അരിമതാവിന്റെ മുഖം കാണും. കർത്താവിന്റെ ഗംഭീരവാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് വാനമേഘങ്ങളിൽ അവൻ എതിരേൽപ്പാൻ എടുക്കപ്പെടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊയറിനോട് ഒരു പാട്ടിന്റെ അടി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരുമിച്ച് കർത്താവിനെ കാണാൻ പോവുകയാണ്. എത്രയും വേഗം നമ്മൾ കർത്താവിന്റെ പൊന്നുമുഖം കാണും. ഞാൻ എന്റെ സത്യം പറയാം, ഉള്ളിന്റെ ഉള്ളിൽ സത്യം പറയാം. എനിക്ക് ഒരു ദിവസം പോലും ഈ ഭൂമിയിൽ ഇനി ജീവിക്കണം ആഗ്രഹമില്ല. പറഞ്ഞില്ല, സത്യം പറഞ്ഞ റിയൽ ട്രൂത്ത് പറയാം. ഒറ്റ ദിവസം ഇപ്പൊ ഞാൻ മരിച്ചോട്ടെ. കാരണം പോകുന്ന സ്ഥലത്തെ കുറിച്ചുള്ള ബോധമുണ്ട്. ഈ പോകുന്ന സ്ഥലത്തെ കുറിച്ച് ബോധമില്ലാത്തതുകൊണ്ടാ എന്ത് ചെയ്ത് ഇവിടെ ജീവിക്കാനുള്ള കാര്യങ്ങൾ മൊത്തം ഒപ്പിച്ചോണ്ടിരിക്കണേ. ഹല്ലേലൂയ. അങ്ങനെ പോകാൻ റെഡിയാണോ? പോകാൻ റെഡിയാണോ എന്ന് എഴുതിട്ട്
നമ്മള് ഇനിയൊരു ഓണപ്പാരാവനെ ആരാധിക്കരുത്. അടക്കാരാവനെയാണ്, ഓണപ്പാരാധനയല്ല. ഹലോ ഹലോ, ആ കരം ഉയർത്തി ശക്തിയോടെ ആമേൻ പറഞ്ഞ കർത്താവിനെ, ഇടിമുഴക്കത്തോടെ ഹല്ലേലൂയ പറഞ്ഞ യേശുവിനെ, അവൻ വരാറായി, നാം പോകാറായി. നിങ്ങൾ ആമേൻ പറഞ്ഞ സഹോദരിമാരുടെ ശബ്ദം കേൾക്കുന്നില്ല. ഇവിടെ ദൈവദാസന്മാർ ആർത്താമ്യം പറയുന്നത്. അപ്പച്ചന്റെ മോനാണ് ഏറ്റവും ഉറച്ചാമ്യം പറയുന്നത്. കരം ഉയർത്തി ശക്തിയോടെ ആമേൻ പറഞ്ഞ യേശുവിനെ, അവൻ വരാറായി, നാം പോകാറായി. അവൻ വരാറായി, നാം പോകാറായി. ഒരുമിച്ച് ചേർന്ന പാട്ടിന്റെ അടികൾ കരമടിച്ച് ചേർന്ന് പാടി കർത്താവിന് മകന് കൊടുക്കാം.